തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ആഹ്ലാദിക്കണം, സന്തോഷിക്കണം. കാരണം കിട്ടുന്ന ചാൻസ് നന്നായി ആഘോഷിക്കണം. പക്ഷേ പരിഹസിക്കുക, കുറ്റപ്പെടുത്തുക, വ്യക്തിഹത്യ നടത്തുക വളരെ ചീഞ്ഞ പരിപാടിയാണ്. ഒരു വിഭാഗം ആടിനെ കൊണ്ട് നടക്കുക, വേറൊരു വിഭാഗം മൂരിനെ കൊണ്ട് നടക്കുക. ഇതൊക്കെ കാണുമ്പോൾ വെറുപ്പാണ്. മാന്യന്മാരെ കുറിച്ചിടത്തോളം ഇതൊക്കെ കാണുമ്പോൾ വെറുപ്പാണ്. അതൊക്കെ നിങ്ങളുടെ സ്വയം കൾച്ചറിൽ മോശമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയാണ്. ആഘോഷിക്കണം, നന്നായി ആഘോഷിക്കണം, സന്തോഷിക്കണം. തൻ്റെ പാർട്ടി വിജയിച്ചതിൽ UDF ആണ് ജയിച്ചെങ്കിൽ UDFകാർ സന്തോഷിക്കണം. LDFകാരാണെങ്കിൽ LDFകാർ സന്തോഷിക്കണം. സന്തോഷിച്ചിട്ടുമുണ്ട്. പക്ഷെ വളരെ ബോറായ സന്തോഷം, വളരെ വൃത്തികെട്ട സന്തോഷം കാണുമ്പോൾ ചില മാന്യന്മാരെ കുറിച്ചിടത്തോളം കാണുമ്പോൾ വെറുപ്പ് തോന്നുകയാണ്. അത് നിങ്ങളുടെ സംസ്കാരത്തെ മോശമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയാണ്. അത് ശരിയല്ല, ആരായാലും ശരിയല്ല. കുത്തിത്തിരിപ്പ് നടത്തുക, വ്യക്തിഹത്യ നടത്തുക, ഏപ്പേര് വിളിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണോ ആഹ്ലാദിക്കാൻ? ഒരർത്ഥമില്ലാത്ത കാര്യമാണ്. നമ്മൾ ജയിച്ചാൽ, ഒരു പാർട്ടി ജയിച്ചാൽ അത് സ്ഥിരമല്ല. അടുത്ത 5 വർഷമോ അല്ലെങ്കിൽ അതിന് മുമ്പോ അത് പോയി അടുത്തത് വേറെ വരും. പക്ഷെ മാന്യമായി പ്രതികരിക്കണം, മാന്യമായി ആഘോഷം നടത്തണം. വല്ലാത്ത വ്യക്തിഹത്യ നടക്കുന്നത് കാണുമ്പോൾ മോശമായി പോവുകയാണ്. മയ്യത്തുണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ എന്തൊക്കെയോ പറയുക. ഇതൊക്കെ എന്ത് ആഹ്ലാദമാണ്, എന്ത് ആഘോഷമാണ്. ഒക്കെ കാണുമ്പോൾ പുച്ഛം തോന്നുകയാണ്. സത്യത്തിൽ അത് രാഷ്ട്രീയ നേതാക്കൾ അറിഞ്ഞിട്ടൊന്നുമല്ല, ചില ഭ്രാന്ത് പിടിച്ച ആളുകളുടെ ഭ്രാന്തൻ പരിപാടിയായിട്ട് അതിനെ കാണാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.